ഓട്ടിയതല്ലേ അതെ, നല്ല വിശപ്പ്. കഴിച്ചിട്ട് കിടന്നുറങ്ങണം എന്നാ മേഡം പറയണേ. എന്താ നീ മാത്രം കഴിച്ചുകൊണ്ടിരിക്കണേ? നമ്മൾ എവിടെ പോവാണ് ജുമ? കൂലി സിനിമ കാണാൻ പോകുന്നു. കുറച്ച് ദിവസം മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളും ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സും കൂടി പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 10 മണിക്കല്ലേ ഷോ. ഇപ്പോൾ സമയം 8:30. കഴിച്ചു കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നേരെ തിയേറ്ററിലേക്ക് പോകാനാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ അതെ, രാവിലെ മുതൽ കുറച്ച് മഴയുണ്ട്. റെയിൻകോട്ട് ഇടേണ്ടി വരും. നല്ല മഴയാണെങ്കിൽ പെടും. റെയിൻകോട്ട് ഇട്ടിട്ട് കാര്യമില്ല. കട്ടൊന്നും ചെയ്യൂല. എന്താ നീ മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്നത്? റെഡി ആയിട്ട് കാണാം. ഇത് എൻ്റെ ഏട്ടൻ്റെ മോൻ പൃഥ്വിക്. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചെക്ക് ചെയ്യാൻ വന്നതാണ് ആള്. ഇங்கே எப்போ പൃഥ്வி போறீங்க? இன்னைக்கு நைட்டு போறீங்களாமா? ഓ ജാളി தான். അതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മയും കൂടെ വന്ന് ഒരു അറ്റൻഡൻസ് ഇട്ടിട്ട് പോയി. ആരാ ഇത് ദോശ തിന്നണ്? ആരാ ഡാൻസ് കളിച്ചിട്ട് ദോശ തിന്നണ്? ഇരുന്ന് കഴിക്കടാ, വാടാ ഇവിടെ ഇരിക്കടാ. ഞാൻ പറയാതെ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ 5 മേഡത്തിന് ദേഷ്യം വന്നു. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ചെക്കൻ നോക്ക് എത്ര ചന്തക്കാരനായി പൗഡറൊക്കെ ഇട്ട് വന്നിരിക്കണേ. തണുക്കുള്ളൂ ഗൈസ്. കുളിച്ചു പറഞ്ഞിട്ട് ഫാൻ ഇട്ട് ഫുൾ സ്പീഡിൽ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കേരളത്തിൽ മഴയാണെന്നുള്ള ബോധമൊന്നുമില്ല. നിനക്ക് തണുക്കുന്നില്ല? ഭയങ്കര സ്ട്രോങ് ആണ്. അതെ, ഇന്നലെ രാത്രി 4 ഉണ്ടായിരുന്ന സ്പീഡിനെ 2 വെച്ചിട്ടാണ് കിടന്നുറങ്ങിയത്. ആരാ ഇത്? സിനിമ കാണാനാണ് പോകണത്. സിനിമ കാണാൻ പോണ പരിപാടി നിർത്തിക്കാം. കോഴിപ്പടകളുടെ ഒരു ഹെൽമെറ്റ് ധാരി കർക്കിടകത്തിന്റെ ഒരു ഇതാണ്, പ്രത്യേകതയാണ്. എപ്പോഴും മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നത്. കൂലി കാണാൻ മഴയത്ത് നനഞ്ഞു പോകാം. എന്ത് മനോഹരിതമായ ഗ്രാമം. വേണ്ടോ? കളിവെള്ളം സിനിമയ്ക്ക് സമയം ഇങ്ങനെ പോകാൻ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കല്ലേ ആൾക്കാര്. ഭയങ്കര കാറ്റ്. പിടിച്ചോളാം. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. നോക്കൂ, അതാ ഒരു പുഴ. അങ്ങനെ ഞങ്ങൾ വണ്ടി ഓട്ടി ടൗണിലെത്തിപ്പോയി ഗൈസ്. അയ്യോ ഞാൻ എവിടെ എത്തി? അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. തിയേറ്ററിലെത്തിയതും പെട്ടെന്ന് തന്നെ റെയിൻകോട്ട് കഴിച്ച് വണ്ടി വെക്കുകയായിരുന്നു ഞങ്ങൾ. വെള്ളം ചളക്ക് പുളക്കുന്നില്ലേ? ഇതാണ് നമ്മുടെ കൂട്ടുകാര് അജേഷ്. എന്താ ആരും കൂകാത്ത്?
ആ വരാം. ഓക്കെ, എത്ര രൂപ അറിയോ? 25 രൂപ. അന്ന് 20 തിയേറ്ററിനെ പുറത്തിറങ്ങിയതും ചെറുതായി മഴ പെയ്യുണ്ടായിരുന്നു. നേരെ വീട്ടിൽ പോണ വഴി വാച്ചിന് ബാറ്ററി വാങ്ങാൻ കയറി. കടന്നു പോയിരിക്കുന്നു. അങ്ങനെ കഴിഞ്ഞു വന്നു. അതെ, എങ്ങനെയുണ്ട്? അതായത് പറഞ്ഞു വെച്ചാ ഇങ്ങനെ പറയണമെന്ന് അറിയുന്നില്ല. തിയേറ്റർ റിവ്യൂ ഒരു വട്ടം കാണാം, കുഴപ്പമൊന്നുമില്ല. നെഗറ്റീവ് റിവ്യൂ പറയാനൊന്നുമില്ല. ബട്ട് ലോകേഷ് കുറച്ചും കൂടെ ഉഷാറായി എടുത്തിരിക്കാന്ന് തോന്നി. ബട്ട് കുഴപ്പമൊന്നുമില്ല. കുറച്ചും കൂടെ കഥ സ്ട്രോങ് ആക്കാൻ തോന്നി. അതെ, കഥ, പാട്ടും മ്യൂസിക്കും വേറെ ലെവലാണ്. നമ്മുടെ സൗബിൻ അല്ലേ, സൗബിൻ വേറെ ലെവല്. പടം തുടങ്ങും മുതൽ അവസാനം വരെ നല്ല അഭിനയം. പിന്നാരാണ് മറ്റേ ഉപേന്ദ്രയുടെ കേമിയോ, ആ റോളൊക്കെ സൂപ്പർ ആയിരുന്നു. അമീർ ഖാന്റെ അടിപൊളിയാണ്. ഞങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ല മൂവി റിവ്യൂ ചെയ്യുന്നതിലൊന്നും. കണ്ടു, ഇതിങ്ങനെ അതങ്ങനെയെന്ന് ഞങ്ങളുടേതായ ഒരു ഒപ്പീനിയൻ പറയുകയാണ്. ഇത് നിങ്ങൾ ഫൈനലായിട്ടൊന്നും വിചാരിക്കരുത്. നിങ്ങൾ പോയി കാണുക, എൻജോയ് ചെയ്യുക. എന്തായാലും സൂപ്പർ സ്റ്റാറിന്റെ പടമല്ലേ, ഒരു വിൻറ്റേജ് സൂപ്പർ സ്റ്റാറിനെ കാണാൻ പറ്റും. ഫ്ലാഷ് ബാക്ക് സീൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നന്നായിട്ടുണ്ട്. കുറച്ച് ചെറുപ്പം ആക്കിയിട്ട് കുറച്ച് സീൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും പോയി കണ്ട് എൻജോയ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ മഴയുണ്ടായിരുന്നു, ഇപ്പോൾ വരുമ്പോൾ മഴയില്ല. ഇപ്പോൾ കുറച്ച് ചൂടൊക്കെ എടുക്കണം, അതാണ് ആള് കോട്ട കഴിച്ച് ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ രാവിലെ പോയി ഇതോ ഇപ്പോൾ വന്നു, കഴിഞ്ഞു. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അതെ, നല്ല വിശപ്പ്. കഴിച്ചിട്ട് കിടന്നുറങ്ങണം എന്നാ മേഡം പറയണേ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ see you, take care.